സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഈ ഉസ്താദ് എന്ന് പറയുന്ന ഈ ഹമീദ് കോയ തങ്ങൾക്ക് 40 വയസ്സിന് താഴത്തുള്ള സ്ത്രീകളെ വേണം. ഹായ് ഗൈസ്, എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് നിന്നും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. സിറാജുദ്ദീൻ എന്ന ഒരു മതപ്രഭാഷകര് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നിരന്തരം മതം പ്രചരിപ്പിക്കുന്ന സിറാജുദ്ദീൻ അവരുടെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. വാടക വീടാണ് മലപ്പുറത്ത്. വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഭാര്യയുടെ പ്രസവം സ്വന്തമായിട്ട് അങ്ങോട്ട് എടുത്തു. ഭാര്യ പ്രസവിച്ചു, കുട്ടിയെ കിട്ടി, ഭാര്യ മരിച്ചു. 5ാമത്തെ പ്രസവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബുദ്ധിയും വിവേകമുള്ള ഏതൊരു മനുഷ്യനും ഹോസ്പിറ്റലിലെ കൊണ്ടുപോകുന്നത്. ഇത്തരം സിറാജുദ്ദീൻമാർ നമ്മുടെ കേരളത്തിൽ കുറച്ചധികം ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇത് ആദ്യത്തെ വാർത്തയല്ല കേൾക്കുന്നത്, ഇത് അവസാനത്തേതുമല്ല. കാരണം ഇതേ ചിന്തയുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളൊക്കെ പരമ ഊളയാണ്, വിവരം കെട്ടവൻ. കൊലപ്പെടുത്തിയത് തന്നെയാണ് സ്വന്തം ഭാര്യനെ. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. കാരണം എന്താ, മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കുന്ന തരത്തിലെ അന്ധവിശ്വാസങ്ങളാണ് സ്വന്തം ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നത്. അത്തരം ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. സിറാജുദ്ദീൻ അത്തരത്തിൽ സ്വന്തം ഭാര്യയെ മരിക്കാൻ കാത്തുനിന്ന് അതിനുശേഷം സ്വന്തം ജീവിപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ പോലീസുകാർ അന്വേഷിക്കട്ടെ. ഏതായാലും സിറാജുദ്ദീന്റെയൊക്കെ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളത് കേട്ടു നോക്കൂ. മരിച്ചവരെ ജീവിപ്പിക്കുക. CM വലിയുള്ളാഹിയുടെ കറാമത്തിൽ വലിയ വലിയ കറാമത്തുകൾ നേരിൽ അനുഭവിച്ചവർ നമ്മളോട് പറഞ്ഞു തന്നു. അതിൽപ്പെട്ട ഒരു അനുഭവമാണ് അമ്പലക്കണ്ടി അസീസ് ഉസ്താദിന്റെ ഭാര്യയുടെ അനുഭവം. ഉസ്താദിന്റെ ഭാര്യ മരിച്ചു എന്ന് പത്രമടക്കം അതുപോലെ തന്നെ ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. ഖബററുതി വെട്ടിയതാണ് ആ ഉമ്മയ്ക്ക് വേണ്ടി. ഏതായാലും മരിച്ചു എന്ന് എല്ലാവരും വിധി എഴുതിയ ആ ഉമ്മയാണ് ഇന്നും ഹയാത്തിലുള്ളത്. CM വലിയുള്ളാഹിയെ കാണുകയും അവിടുത്തെ ഒരു വാക്കാണ് ഇന്ന് ആ മടവൂർ കാഫിലയിലെ അനുഭവങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേൾക്കല്ലോ. മരിച്ചവർക്കാണ് താടി കെട്ടൽ, മരിക്കാത്ത സ്ത്രീയെ എന്തിന് നിങ്ങൾ താടി കെട്ടി എന്ന് അല്പം ഗൗരവത്തോട് പറയുകയും ആ താടി കെട്ടിയ കയറ് ഒഴിവാക്കുകയും എൻ്റെ മടിയിൽ വെക്കാൻ പറഞ്ഞു. ഷെയ്ഖുന എൻ്റെ മടിയിൽ അവളെ വെച്ച് അങ്ങനെ ഷെയ്ഖുന അവളുടെ ഇടത്തെ ഭാഗത്ത് ഒരുപാട് തവണ അടിച്ചു. ഇവളെ പേര് വിളിച്ചും കൊണ്ട് തന്നെ അടിച്ചു. അല്പം സമയം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അല്പം ഒന്ന് തുറക്കുകയും കണ്ണിൽ നിറച്ച് രക്തത്തിൻ്റെ കളറ് വീണ്ടും അടി കൊണ്ട് ഏതായിരുന്നാലും അവൾ കണ്ണ് തുറന്നു. എന്നെ അറിയുമോ എന്ന് ഷെയ്ഖുന അവറുകൾ ഷെയ്ഖുനയിലേക്ക് ഇഷാറത്താക്കി ചോദിച്ചു. അവളെ ഷെയ്ഖുനൻ്റെ നേരെ അവൾ നോക്കി കണ്ണങ്ങോട്ടടിച്ചു. പിന്നെ എന്നെ ചൂണ്ടിയിട്ട് ഷെയ്ഖുന ചോദിച്ചു, ഇദ്ദേഹത്തിന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവളെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ഒഴുകുന്നതായിട്ട് കണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ എന്നാണ്. ഔലിയാക്കളുടെ ജീവിതത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെ മായാവി കഥകളല്ലേ, പുളൂസ് കറാമത്തുകളല്ലേ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഒസ്വാസം ഉണ്ടാക്കുന്ന ഒരു ശൈലിയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാ. ഈ വ്യക്തിയുടെ ഭാര്യയാണ് ഇപ്പൊ കൊല്ലപ്പെട്ടത്. ഇത് കൊന്നതാണോ, ഇനി കൊലപ്പെടുത്തിയിട്ട് ജീവിപ്പിക്കാനുള്ള ഇനി എന്തെങ്കിലും പദ്ധതികളാണോ? ഇതൊക്കെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ. ഇതാ യുവതി, അവർക്കാണ് സകലതും നഷ്ടപ്പെട്ടത്. സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടില്ലേ ഈ ഒരു അന്ധവിശ്വാസി കാരണം. കുറച്ചു മാസങ്ങൾ മുന്നേ നമ്മളൊരു വാർത്ത കേട്ടില്ലേ, വീട്ടിൽ പ്രസവിച്ചിട്ട് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലെന്ന്. അക്യൂപഞ്ചർ ചികിത്സ ചെയ്യുന്നവരാണ്, അവർക്കൊക്കെ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെന്തിനാ ഡോക്ടർമാരൊക്കെ? ഇപ്പൊ ഈ ഉസ്താദ് കണ്ടില്ലേ, മന്ത്രവാദിത്തം ചെയ്ത് പ്രസവിപ്പിച്ചോ? ഇയാൾക്കൊന്നും വിവരമില്ലേ, ബുദ്ധിയില്ലേ? പൊട്ടനാണോ ഇയാളൊക്കെ? ഇവരോടൊക്കെ എന്തോ ഒരു പ്രശ്നം സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്നത് പോലെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളിലും അതൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിന് അവരോട് ഈ പ്രസവിച്ചു എന്ന് പറയുന്ന ആള്, അതായത് കഴിഞ്ഞ മാസം തന്നെ പുറത്തു വന്നു വീട്ടിൽ തന്നെ പ്രസവിച്ചതിന് ജനന സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്. അതൊരു പ്രശ്നത്തിലേക്ക് എത്താൻ കാരണം എന്താണെന്നറിയാമോ? ആ യുവതി മരിക്കാത്തത് കൊണ്ട് വലിയ ചർച്ചയായില്ല, പകരം ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ചർച്ചയായി. ആ ചർച്ചയിൽ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പൊക്കിൾ കൂടിയൊക്കെ എന്താണ് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? അതിനൊക്കെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം കൂടെ ഈ സൈഡിൽ നിന്ന് കൊടുക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ.
അതിപ്രസവം നടന്നു എന്നതിന്റെ പേരിൽ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി പരാതി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കോഴിക്കോട് കോട്ടൂളി സ്വദേശിയായുള്ള ഷറാഫത്താണ് പരാതി നൽകിയിരിക്കുന്നത്. കുട്ടി ജനിച്ചത് 2024 നവംബർ 2-നാണ്. 4 മാസമായിട്ടും ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് കാണിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്. നവംബർ 2-നായിരുന്നു വീട്ടിൽ നിന്നാണ് പ്രസവം നടന്നത്. അത് കഴിഞ്ഞിപ്പോൾ എത്ര മാസമായി? 4 മാസത്തോളമായി. ഇതുവരെയായിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇതുവരെ അവർ പറഞ്ഞു തന്നിട്ടില്ല. 28-ാം തീയതി ഡേറ്റ് എന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് അഡ്മിറ്റ് ചെയ്താൽ പെയിനും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അത് മരുന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അത് എനിക്കും താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്ത് അത് ഒഴിവാക്കിയിട്ട് വേദന വരുമ്പോൾ പോവാം എന്നുള്ള ഒരു ഇതിലേക്കാണ് നിന്നത്. കാരണം 28 പോയില്ല, ഇല്ല അഡ്മിറ്റ് ആവേണ്ടി ആശുപത്രി പോയില്ല, ഡേറ്റിന് പോയില്ല, വീട്ടിൽ തന്നെ തുടർന്നു. വീട്ടിൽ നിന്ന് വേദന വന്നിട്ട് പോവാം എന്നുള്ള ഇതിൽ നിന്നു. പിന്നെ ഒരു 2-ാം തീയതി രാവിലെ ആയപ്പം പെട്ടെന്ന് വേദന വരലും പ്രസവിക്കലും കഴിഞ്ഞു. കാരണം ഇവർക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത സ്റ്റെക്കായി പോയി. അവിടെ പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി പുറത്ത് വന്നതിന് ശേഷമാണ് ഈ പൊക്കിൾക്കൊടി കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ നടന്നത്. ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷം പുറത്തു പോയി ബ്ലേഡും കാര്യങ്ങൾ വാങ്ങിച്ചു വന്നു. എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ്. അല്ല, സാധാ നോർമൽ ബ്ലേഡ് ആണ് വെച്ച് കട്ട്. നിങ്ങൾ കേട്ടില്ലേ, നോർമൽ ബ്ലേഡ് മേടിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞെന്ന്. ഇതെന്താ വല്ല നൂല് വല്ലോണോ ഇങ്ങനെ ചുമ്മാ ബ്ലേഡ് മേടിച്ച് കട്ട് ചെയ്ത് കളയാൻ? ഇതൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിൽ പ്രചരിക്കുക. ഇതൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ കാത്തിരിക്കുകയാണ്. നിങ്ങളിത് കേട്ടില്ലേ? എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്തെന്നൊക്കെ. ഭാഗ്യത്തിന് എന്തോ സംഭവിച്ചില്ല. ഇതേപോലെ എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഈ മലപ്പുറത്ത് കൊല്ലപ്പെട്ട ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? സകല ആൾക്കാരും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ വീട്ടിൽ പ്രസവിക്കുന്ന, ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കാൻ പോകുന്ന ഒരു സംവിധാനവും സർക്കാർ കൊടുക്കരുത്. കാരണം എന്താ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഒന്ന് യുവതികളോട് പോയി ചോദിച്ചു നോക്കിയാല്, പോയി ചോദിച്ചാൽ എന്താ പറയും? ചോയ്സാ. ഭർത്താവ് നിർബന്ധമായിട്ടും പറഞ്ഞ് പഠിപ്പിച്ചതാ. ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യ, ഇത് നിങ്ങളുടെ ചോയ്സാ. ചോയ്സ് ഏതാ, സ്വാതന്ത്ര്യം ഏതാ എന്ന് തിരിച്ചറിയാത്ത, വകതിരിവില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാത്തിനും ചോയ്സാ, സ്വാതന്ത്ര്യമാ എന്നൊക്കെ വിളിച്ചു പറയുക. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് അറിയാതെയാണ് നമ്മുടെ ചോയ്സാ, നമ്മുടെ സ്വാതന്ത്ര്യ എന്നൊക്കെ വിളിച്ചു പറയുന്നത്. ബുദ്ധിയില്ലേ? നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ വീടുകളിൽ ഈ കാലഘട്ടത്തിലും പ്രസവിക്കുന്ന സംവിധാനത്തെ ശക്തമായിട്ട് എതിർത്ത് രംഗത്ത് വരണം. കാരണം വിശ്വാസവും അന്ധവിശ്വാസവുമായിട്ടൊക്കെ നടക്കുന്ന ഇവരുടെ ഭർത്താക്കന്മാരായിരിക്കും. ഇതിനിരയാകുന്നതാരാ? സ്ത്രീകൾ. എന്നിട്ട് ഈ ഭർത്താക്കന്മാർ എന്തുവാ ചെയ്യുന്നത്? മരിച്ച് 40 കഴിഞ്ഞാൽ കാത്തു നിൽക്കും, എന്നിട്ട് വേറെ പെണ്ണ് കെട്ടും. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിനെതിരെ ബോധമുള്ള ആൾക്കാർ ശക്തമായിട്ട് എതിർക്കണം, പ്രതികരിക്കണം. കുറെ അന്ധവിശ്വാസികൾ, ഈ ഒരു അന്ധവിശ്വാസി കാരണമല്ലേ മലപ്പുറത്ത് ഒരു യുവതി കൊല്ലപ്പെട്ടത്? ആ യുവതിയൊക്കെ പെട്ടുപോയതായിരിക്കും. കല്യാണം കഴിച്ചെത്തിയത് ഇതുപോലുള്ള ഒരു അന്ധവിശ്വാസിയുടെ കൂടെ. ഇതൊക്കെ സകല ആൾക്കാരും തിരിച്ചറിയുക. ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ എടുക്കണം. കാരണം ഇവന്മാരൊക്കെ ഇതേപോലെ ട്രൈ ചെയ്യാൻ ഇറങ്ങുമെന്നതാണ്. കാരണം കുറച്ചുകളായിട്ട് ഇപ്പോ കേരളത്തിൽ പുറത്തൊക്കെ നടന്നു വരുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പറയുന്ന സിറാജുദ്ദീനെതിരെയൊക്കെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ട് തുറങ്കല്ലിൽ അടയ്ക്കണം. കുറെ ഉസ്താക്കന്മാരുണ്ട് ഈ മന്ത്രവാദവും തന്ത്രവാദവും ഒക്കെ പറഞ്ഞു നടക്കുന്ന. ഈ പ്രായമായിട്ടുള്ള ഉമ്മമാരൊക്കെയാണ് ഇങ്ങനെയുള്ള പോലത്തെ ഉസ്താക്കന്മാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ഇവർക്കൊക്കെ ഭയങ്കര വിശ്വാസം. ചെന്ന് കഴിഞ്ഞോടനെ പറയും, ഞാൻ പറയുന്നത് ഓതുക, ഞാൻ പറയുന്നത് ഇത് തരാം, ഇത് അഞ്ഞൂർക്ക് കൊണ്ട് കൊടുത്ത് അവർ എത്തൂ, അവരെ അവിടുന്ന് ഒഴിപ്പിക്കാം, അവരുടെ മനസ്സ് മാറ്റാം. ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറെ ഉസ്താക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കും അറിയാൻ കുറെ പേരെയൊക്കെ. ഇവരെയൊക്കെ ഈ വീട്ടുകളിൽ കാണാൻ വരുന്ന കുറെ നാട്ടുകളുണ്ട്. അവരെ ആദ്യം അടിച്ചോടിക്കണം. പിന്നെ ഈ നോക്കാനിരിക്കുന്ന ഉസ്താക്കന്മാരുണ്ടല്ലോ, അവർക്കിട്ട് കൊടുക്കണം. നാട്ടുകാരെ വിട്ടിട്ട് പറയണം, ഇങ്ങനെയുള്ള വീടുകളിൽ, ഈ വീടുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയണം. ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉസ്താക്കന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അള്ളാനെ വിളിക്കുന്ന എന്തിനാ? ഇവരെ പോയി കണ്ടാ പോരെ? ഇവരെന്താ അള്ളായാണ്? അങ്ങനെ ഞാൻ നാളെ പോയി ഒരു ഉസ്താദെ കാണാം, എന്നിട്ട് പറയാം മറ്റന്നാളത്തെ ലോട്ടറിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലോട്ടറി എടുക്കാം ഉസ്താദ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കട്ടെ. ഈ ഉസ്താക്കന്മാര് കാശ് ഉണ്ടാക്കുന്നില്ലേ? ഈ ഉമ്മയുടെ പ്രായമുള്ളവരെയൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ചെയ്തു, നിങ്ങൾ ഇത് ഓദിക്കും, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ എല്ലാം കാശ് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് അത് മേടിച്ച് തിന്നുക. പണിയെടുത്ത് ജീവിച്ചൂടെ നിനക്കൊക്കെ? പറയാൻ തന്നെ നാണം വരും.
എന്ത് പറയാനാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം ഒരാളെ വിളിക്കും, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും വല്ല ചക്കേട് മുയിലെത്തുന്ന പറയുന്ന കണക്ക് അവരെന്തെങ്കിലും പറയും, എന്തോ ഒരു കഷ്ടാലത്തിന് നടക്കും. സത്യം പറഞ്ഞാൽ ഉടനെ ഇവരെ എന്നിട്ട് അടുത്ത ആളെ പറഞ്ഞ് ഉസ്താദെ പോയി കണ്ടാൽ മതി, കാര്യം നടക്കും. കല്യാണം നടക്കുന്നില്ല, ഉസ്താദെ പോയി കണ്ടാൽ മതി, കല്യാണം നടത്തിച്ചു. ഇയാളെന്ത് ബ്രോക്കർ, കല്യാണം മുടക്കണം, ഇയാളെ പോയി കണ്ടാൽ മതി, ഇയാളെന്ത് മാമായ. അല്ല പറയണേ ഞാൻ, എനിക്ക് ചിലപ്പോ ഇതിന്റെ അടി വന്നിട്ട് കുറെ പേര് കമന്റ് അടിക്കുമായിരിക്കും. അല്ല, ആരും കമന്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഒരു ശിഹാബ് എന്നാണ്, ഞാനും മുസ്ലിം തന്നെയാണ്. കൂടുതൽ കൊണച്ചോണ്ടൊന്നും ഇതിന്റെ അടിയിലോട്ടൊന്നും ആരും വരണ്ട. പറയാനുള്ളതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കൊരുത്തിനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായ? ഇങ്ങനെയൊക്കെ ഇത് അവസാനത്തേതുമല്ല തുടക്കവുമല്ല, ഇനിയും നടക്കാനുണ്ട് ഇഷ്ടം പോലെ നടക്കത്ത. കാരണം ബോധവും വിവരമൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 2025 തുടങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു, എന്നിട്ട് ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? കുറെ ഇടക്ക് കുറെ ഉസ്താദന്മാരെയൊക്കെ അങ്ങനെ ഉടായ്പാണ് കാണുന്നൊക്കെ TV ന്യൂസ് കാണിക്കുന്നത്. എന്നിട്ടും ചെല്ലും കുറെ പുതിയ ഉസ്താദന്മാരെ വളർത്തിക്കൊണ്ടുവരും. ഈ ഉസ്താദ് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, അന്നെങ്കിൽ ഇത് അപ്പുറത്ത് വേറൊരു ഉസ്താദുണ്ട്, ആ ഉസ്താദിനെ പോയി കാണാം. ആ ഉസ്താദ് പറഞ്ഞ അച്ചിട്ട ചുട്ട കോഴീനെ പറപ്പിച്ച ഉസ്താദ്. അങ്ങനെയാണെങ്കിൽ കുറെ കോഴീനെ കൊന്നിട്ട് ഉസ്താദിനെ കൊണ്ട് കൊടുത്താൽ ഉസ്താദ് ഒന്നും ജീവൻ വെപ്പിച്ചു. ഉസ്താദ് ജീവൻ പിടിപ്പിച്ച് ഫാമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഈ എല്ലൊക്കെ കൊണ്ടിട്ട് ഉസ്താദ് ഇതിനെ ഒന്ന് കോഴിയാക്കി അല്ലേ അല്ലേ? സത്യമല്ലേ? മരിച്ച ഒരു ഉമ്മാനാ ജീവൻ വെപ്പിച്ചത്. ഇതൊക്കെ പറഞ്ഞ് ഈ ഉസ്താക്കന്മാരുടെ പേര് കളയാനായിട്ട് കുറെ ഊളകൾ. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം എന്റെ വൈഫ് തന്നെയായിരുന്നു ആ വീഡിയോ ചെയ്തത്. വേറെ ഒന്നുമല്ല, സയ്യിദ് ഹമീദ് കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു ഉസ്താദ്. ആ പുള്ളിക്കാരന്റെ വീട്ടിൽ ഒരു കൊടിമരമുണ്ട്. കൊടിമരത്തിന് ചുറ്റും കാശ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവര് നമ്മൾ കൊണ്ടിടുന്ന ആൾക്കാര് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് നടക്കും. ഇതെന്താ പൈസക്കൊന്നും വിലയില്ല, ചുമ്മാ കൊണ്ട് അങ്ങോട്ട് എറിയുക. ആ പൈസ എടുക്കത്തൊന്നുമില്ലെന്നിട്ട് അവിടെ നിന്നൊരു സ്ത്രീ അവര് പറയുക, ഇടുന്നോറും കൂടുന്നോറും അടിയെന്ന് എടുത്തോണ്ട് പുള്ളിക്കാരന്റെ പരിപാടി അങ്ങോട്ട് പറയും. പുള്ളിക്കാരൻ കൈ കാശ് മേടിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഇന്ന എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ കൈ കാശ് മേടിക്കുന്ന കുറെ ഊളകൾ. അങ്ങനെ അയാൾക്ക് എന്തുവാ ഉസ്താദാ, പക്ഷെ ഖുർആൻ ഓതാൻ അറിയത്തില്ല. മറന്നുപോയതായിരിക്കും, പറയാൻ പറ്റത്തില്ല. ചെറുപ്പകാലത്തിലൊക്കെ ഓതിയിട്ടൊക്കെ ചിലപ്പം മനസ്സിലായി കാണുമല്ലോ. ഖുർആൻ ഓതാൻ അറിയാത്ത ഉസ്താദ്, ഇയാളാണ് ഉസ്താദ്. ഇയാളെ കാണാൻ പോകുന്നവരുടെ ചെവിക്കുറ്റിക്കിട്ട് അടിക്കണ്ടേ ആദ്യം പറഞ്ഞ. ആ വീഡിയോന്റെ താഴത്ത് കുറെ പേര് കമന്റ് അടിക്കുന്നു, നമ്മുടെ നാട്ടിലെ ഉസ്താദാണ്, ഉസ്താദിനൊന്നും പറയരുത്. ചിലപ്പോ ഉസ്താദിന്റെ കിട്ടുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് ഉസ്താദിനെ പറഞ്ഞാൽ ചിലപ്പോ പൊള്ളും. പുള്ളിക്കാരന് ഉസ്താദാണ്. വേറൊരു കാര്യമുണ്ട്, ആ ഉസ്താദിന്റെ കൂടെ നിന്നൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഈ ഉസ്താദ് എന്ന് പറയുന്ന ഈ ഹമീദ് കോയ തങ്ങൾക്ക് 40 വയസ്സിന് താഴത്തുള്ള സ്ത്രീകളെ വേണം. എന്തിനാണെന്ന് അറിയത്തില്ല, വല്ല മസാജൊക്കെ ചെയ്യിപ്പിക്കാനായിരിക്കും. പ്രായമൊക്കെ ആയതല്ലേ, ചിലപ്പോ തടവിപ്പിക്കാനൊക്കെ, അവിടെ ഇവിടെയൊക്കെ നീര് വെച്ചിട്ട് തടവിപ്പിക്കാനായിരിക്കും. ചിലപ്പോ പൊള്ളും ചില ഈ വീഡിയോ ഒക്കെ കാണുന്ന ഉസ്താദിന്റെ അടുത്തുള്ളവരൊക്കെ. കാരണം ആ വീഡിയോന്റെ താഴത്ത് ഞാൻ കുറെ കമന്റ് ഉണ്ടായിരുന്നു. കമന്റ് ഇട്ടതിന് ഒരു നല്ലൊരു മറുപടി ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എടാ ഊളെ, നീയൊക്കെ എന്തിനാണ് ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് അടിക്കുന്നത്? ഇപ്പൊ നിന്റെ വീട്ടിലൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നമെങ്കിൽ നീ എന്ത് ചെയ്യും? ആദ്യം പോയി നീ ചെവിക്കുറ്റിക്കിട്ട് ആ ഉസ്താദിന്റെ അടിക്കും ഇല്ലേ? അവരൊരെന്ന് പറഞ്ഞു വരും, അതേ കണക്ക് ഇതും പറഞ്ഞുകൊണ്ട് നടക്കും. ഇത് ഓതി ഇതും ചെയ്തു. ഇപ്പം അപ്പുറത്തുള്ള ഒരു അയൽവാസിയായിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും വരട്ടെ, അവരുടെ വല്ല കയ്യാ കാലൊക്കെ ഓടിയട്ടെ. ഇവരുടെ ഉസ്താദ് എന്തെങ്കിലും ഓതിയിട്ട് പറഞ്ഞു ആ വീട്ടിലോട്ട് ഇട്ടാൽ മതി. അവര് ആ വീട്ടിലോട്ട് ഇടുന്ന ആ വീട്ടുകാരെ ഉണ്ടാവും. ഉസ്താദ് ഇടുന്ന പറഞ്ഞ ഇടിയൊന്നും നടക്കത്തൊന്നുമില്ല. അവര് ഇടുന്ന കണ്ടിട്ട് ഇടിയൊന്ന് കയ്യാ കാലം ഓടി. എന്നിട്ട് എന്ത് പറയും, ഉസ്താദ് പറഞ്ഞ അച്ചട്ടായിരുന്നു, ഞാൻ സാധനം അങ്ങോട്ട് കൊണ്ടിട്ട് അയാൾ പണി നടന്നു, ഉസ്താദിന്റെ കാലൊടി, അവിടുത്തെ ആളുടെ കാലൊടി. ഇങ്ങനെയൊക്കെ കൂട്ടിപ്പിരിപ്പീരുണ്ടാക്കുന്ന കുറെ ഉസ്താദന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഉസ്താദന്മാർക്ക് പോലും ചീത്തപ്പേര് ഉണ്ടാക്കിപ്പിക്കാൻ നടക്കുന്ന കുറെ ഇത് കണ്ടില്ല. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവരാ. അല്ലാണ്ട് അവരെ കൊല്ലാനും അവർക്ക് വയ്യായിക വരാനും അവരെ വീടൊഴിപ്പിക്കാനും അവര് നന്നാകാണ്ടിരിക്കാനും ആരും നന്നാകാണ്ടിരിക്കാനും ചെയ്തു കൊടുക്കുന്ന കുറെ ഉസ്താദന്മാരുണ്ട്. ഇവന്മാരെയൊന്നും ഉസ്താദ് ഞാൻ വിളിക്കത്തില്ല, എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഇവന്മാര് ഉസ്താദന്മാരല്ല, ഉസ്താദന്മാര് വിളിക്കുന്നവരുണ്ട്. ഞാൻ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുണ്ട്, സലാം പറയുന്നവരുണ്ട്. ചില ഉസ്താദന്മാരുണ്ട് ഇവിടെ പറയുന്നത് അപ്പുറത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില ഉസ്താദന്മാരുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്, എന്റെ ചെവിയിൽ കേട്ടതുകൊണ്ടാണ്.
ആർക്കെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോ. ആളുടെ വീട് സഹിതം ഫോട്ടോ സഹിതം നേരിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഉസ്താദിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വരാൻ നേരത്ത് അവരുടെ എല്ലാം കേൾക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടിമുടി സകലതും അവരെ കുറിച്ച് ചോദിച്ചറിയും. എന്നിട്ട് പാവപ്പെട്ട ഉസ്താദിനെ കണക്കിരിക്കും. ഇന്റർനാഷണൽ ഓളിയാണ് ഉസ്താദ്. ഈ പോകുന്ന മന്ദബുദ്ധികളാ, അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിയില്ല. പോയിട്ട് അടിമുടി എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഉസ്താദ് പാവപ്പെട്ടവനെ കണക്ക് എല്ലാം ശരിയാക്കി തരാം. ഈ ഉസ്താദന്മാരുടെ മാസ്റ്റർ പീസ് ഡയലോഗ എല്ലാം ഞാൻ ശരിയാക്കി തരാം, അൽഹംദുലില്ലാഹ് പോക്കറ്റിലോട്ട് മേടിച്ചും വെക്കും. ഈ ഉസ്താദന്മാരെന്തിനാ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാശ് മേടിച്ച് പോക്കറ്റിടുന്നു ഇല്ലേ? ചിലവര് പറയുന്നത് എന്താ പറയുക, നേർച്ചപ്പെട്ടി ഉണ്ട് അതിനകത്തിട്ടേക്ക്, എനിക്ക് വേണ്ട. അല്ലെ, എനിക്ക് ചിരിയും വരുന്നത് കോമഡിയാ. ഞാനിപ്പം ഞാൻ വിഷയത്തിൽ നിന്നും പിന്മാറി. ഇങ്ങനെയുള്ള ഒരു ഉസ്താദാണ്. ഈ ചോദിച്ച് മനസ്സിലാക്കിയായിട്ട് ഇവര് വിശ്വസിച്ചു പോകും. ഉസ്താദ് പാപം നമ്മുടെ കാര്യമെല്ലാം ശരിയാക്കി തരും. പോകുമ്പോ തന്നെ ഉസ്താദിന്റെ അടുത്തോട്ട് പോകുമ്പോ തന്നെ കുളിരുന്ന്, ഐശ്വര്യം കൊണ്ട് കുളിരുന്ന്. ഉസ്താദ് അവിടെ മാളികയൊക്കെ കെട്ടി നല്ല കാറൊക്കെ എടുത്ത് നല്ല സെറ്റപ്പോ. നമ്മളെ കാശ് നടന്നില്ല, നമ്മള് കടവും മേടിച്ചിട്ട് ഉസ്താദിനെ പോയി കാണും. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫും അതും ഇത് മട്ടനൊക്കെ മേടിച്ച് ഉസ്താദ് ഇന്ന് നമ്മൾ അടുത്ത ആഴ്ച കൊണ്ട് തരാം, അടുത്ത മേടിക്കല്ല. ഉസ്താദ് ഒരാഴ്ചത്തേക്കുള്ള കാശ് കൊണ്ട് കൊടുക്കും. ഇങ്ങനെയുള്ള പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. അങ്ങനെയുള്ള ഒരു ഉസ്താദിനെ എനിക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കേട്ടിട്ട് ചിലപ്പോ ഇയാളുടെ ശത്രുവാണോ മിത്രങ്ങളാണോ സ്വന്തങ്ങളാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അവര് വരുമ്പോ അവരുടെ പറഞ്ഞത് ഇന്നാളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മതിയേ, ഒരാളുടെ നാശം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരായി ഇപ്പോഴുള്ള സകല ആൾക്കാരും അല്ലേ? സത്യമല്ലേ? ആണ്. അപ്പൊ ഇത് അവിടെ ചെന്നന്വേഷിക്കേണ്ട, നമുക്ക് ഇങ്ങോട്ട് ഇട്ട് തരും. ഉസ്താദിനെ കാണാൻ പോയാൽ മതി. നമുക്ക് ഇപ്പൊ വല്ലവരോട് ദേഷ്യവാ, വല്ലോ അവരുടെ പതനവാ, അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഉസ്താദിനൊക്കെ പോയിട്ട് ഉസ്താദ് ഇന്ന ആളെ കുറിച്ച് കഴിഞ്ഞ മാസം വന്നതല്ലേ ഉള്ളു, അവരെ കുറിച്ച് അറിയത്തില്ല, ആകെ പെട്ട് നിൽക്കുക, നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു തരുന്നത് എന്നറിയാവോ എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ നാട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ പ്രതികരിക്കണമെന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഉസ്താദിനെ കാണിച്ചുതരാം. എല്ലാ ഉസ്താദന്മാരെയും ഇങ്ങനെ കൂട്ടകലവും കുടുംബകലവും ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്ന ഉസ്താക്കന്മാർക്കെതിരെ നാട്ടുകാരിറങ്ങി പ്രതികരിക്കണം. ഞാൻ ഫ്രണ്ടിൽ നിൽക്കാൻ വേണമെങ്കിൽ, പേടിയാണെങ്കിൽ ആർക്കെങ്കിലൊക്കെ പേടിയാണെങ്കിൽ ഞാൻ നിൽക്കാൻ ഫ്രണ്ട്. എനിക്കൊരുത്തിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ചിലപ്പോ എല്ലാവരും ഓർക്കും പിന്നെ ഉസ്താദന്മാരെ കുറ്റം മാത്രമാണല്ലോ പറഞ്ഞു. കുറ്റം മാത്രമില്ല, നല്ല ഉസ്താക്കന്മാരുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ് വരെ ഓതിയതാണ്. എനിക്ക് പല ഉസ്താക്കന്മാരുമായിട്ടും ഒത്തിരി ഉസ്താക്കന്മാരും എന്നെ ഓദിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഉസ്താക്കന്മാരുമായിട്ട് കമ്പനി ഉണ്ട്. നമ്മുടെ പള്ളിയിൽ തന്നെ ഇമാമന്മാരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയുണ്ട്. ഉസ്താക്കന്മാരുമായിട്ട് ഞാൻ ഫുഡ് അടിക്കാറുണ്ട്. ഉസ്താക്കന്മാർ എന്നെ വിളിക്കാറുണ്ട് വാടാന്നൊക്കെ പറഞ്ഞു. നല്ല ഉസ്താക്കന്മാരുണ്ട്. കാരണം അവരൊരിക്കലും ഒരാളുടെ നാശം കാണാനോ, ഇപ്പൊ ചിലര് ഉസ്താദ് എനിക്ക് അത് നാശം ചെയ്യാൻ വേണ്ടി പറഞ്ഞ, ഇല്ലെങ്കിൽ എല്ലാം ഓദിത്താം, ഇല്ലെങ്കിൽ എല്ലാം ഒഴിഞ്ഞ് അവിടെ കൊണ്ടിടാം, അപ്പൊ തന്നെ വേറെ പറയുന്ന ഉസ്താക്കന്മാരുണ്ട്. ഇല്ലെങ്കിൽ പറഞ്ഞു എനിക്ക് അതിനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ഉസ്താക്കന്മാരുണ്ട്. നല്ല ചെയ്യുന്നത് ഇന്ന് നല്ല ഒരാളുടെ നാശം കാണാനോ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രം പറഞ്ഞു കൊടുക്കുന്ന ആ ഉസ്താക്കന്മാരെ കണ്ടു കഴിഞ്ഞാലും നമ്മളൊരു സലാം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഉസ്താദ് ഇങ്ങനെയുള്ള വ്യക്തിയാണ്. ചിലരുണ്ട് ഈ നാശം കാണാൻ അവരുടെ മെയിൻ ലക്ഷ്യം കാശാണ്. ഇവര് പറയത്തില്ലേ 2000 രൂപ കൊണ്ട് ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഉസ്താക്കന്മാരില്ലേ? ഉണ്ട്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരു 100-ല് പോട്ടെ, ഒരു 5-10 പേരെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോയവര് കാണും. എനിക്കറിയാം, പോയവര് കാണും. ഉസ്താക്കന്മാരെ കാണാൻ പോയിട്ട് ഉസ്താദ് പ്രശ്നമുണ്ട്, നീ ഒരു 2000 രൂപ കൊണ്ട് താ ഞാൻ ശരിയാക്കി തരാം. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വലിച്ചു നീട്ടിയെന്നറിയാം. ഇത് കേൾക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.